നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പുതിയൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. വിഷയം പുതിയതല്ല, ജ്യോതിഷം തന്നെയാണ്. എന്നാൽ അത് വെസ്റ്റേൺ അസ്ട്രോളജി അഥവാ വൈദേശികമായിട്ടുള്ള ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം ചില വർഷങ്ങളിലെ ഫലങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മേടം രാശിക്കാരുടെ സമ്പൂർണ്ണ ജാതകമാണ്. അതായത് മേടം രാശിക്കാരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് അറിയേണ്ടത്. പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതുവരെ ആരും പറയാത്ത അറിവുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മേടം രാശി അഥവാ ഏരീസ് രാശിചക്രത്തിന്റെ ആദ്യത്തെ രാശിയാണ് മേടം രാശി. 1 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ് ഈ രാശിയുടെ സ്ഥിതി. മേടം അഥവാ ഏരീസ് രാശിചക്രങ്ങളൊക്കെ നമ്മളുടെ ഭാരതീയ ശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതേപോലെ തന്നെയാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളുമായി ഇതിന് നല്ല സാമ്യമുണ്ടാകും. മേടക്കൂറുകാർക്കും ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം മേടം രാശി എന്ന് പറയുന്നത് മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ചവരെയാണ്. അതായത് മാർച്ച് മാസം 21-ാം തീയതി മുതൽ അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഏപ്രിൽ 20 വരെയുള്ള ദിവസവും ജനിക്കുന്ന എല്ലാവരും മേടം രാശിയിൽ ഉൾപ്പെടുന്നവരാണ്. അത് എല്ലാ വർഷത്തിലെയും ഈ ദിവസങ്ങൾ മേടം രാശിയാണ്. അങ്ങനെയാണ് പാശ്ചാത്യ ജ്യോതിഷം അനുശാസിക്കുന്നത്. നമുക്കിനി മേടം രാശിയുടെ പ്രത്യേകതകളും മേടം രാശിക്കാരുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെ വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇത് അവരുടെ സമ്പൂർണ്ണ ജാതകമാണ്. മേടം രാശി എന്നത് ചരരാശിയാണ്. അഗ്നി സ്വഭാവമുള്ള രാശിയാണ്. പ്രവർത്തന ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന രാശിയാണ്. ഇത് ശിരസിനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. ഭാരതീയ ജ്യോതിഷ പ്രകാരവും കാലപുരുഷന്റെ ശിരസ്സാണ് മേടം രാശി. കുജൻ അഥവാ ചൊവ്വയാണ് മേടം രാശിയുടെ അധിപൻ. വജ്രം അഥവാ വൈരക്കല്ലാണ് ഈ രാശിയുടെ രത്നം. എന്നാൽ ഭാരതീയ ജ്യോതിഷ പ്രകാരം ഇതിൽ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം മേടം രാശിയുടെ പുഷ്പമായി പറയുന്നത് സ്വീറ്റ് പീ എന്നറിയപ്പെടുന്ന ഒരു പുഷ്പമാണ്. ഈ രാശി വർഷാരംഭത്തിന് ആവേശം, ഉത്തേജനം, പ്രേരക ശക്തി, ഉൾപ്രേരണ, ആവേഗം, പ്രചോദനം തുടങ്ങിയ കാര്യങ്ങൾ നൽകുന്നു. ഓരോ വർഷവും സൂര്യൻ മാർച്ച് 21-ന് ഈ രാശിയിലേക്ക് പ്രവേശിക്കും. ആ സമയത്താണ് വസന്തകാലത്തിന്റെ ആഗമനമായി പറയുന്നത്. ഇത് പാശ്ചാത്യരുടെ കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിയതമായ വസ്തുനിഷ്ഠാപരമായ തലങ്ങൾ ഈ രാശിക്കുണ്ട്. ഈ അർത്ഥത്തിൽ ഈ രാശി പ്രവർത്തനോന്മുഖവും നവീനത്വം പ്രദാനം ചെയ്യുന്നതുമാണ്. എന്നാൽ നിഷേധാത്മകമായിട്ടുള്ള തലങ്ങളും ഈ രാശിക്കുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാശോന്മുഖവും അപകടങ്ങൾ, അഗ്നി, അത്യാഹിതം തുടങ്ങിയവയുടെ സൂചകങ്ങളും ഈ രാശി തന്നെയാണ്. ഡിക്റ്റേറ്റർ അഥവാ സ്വേച്ഛാധികാരി, ഡിസ്ട്രോയർ അഥവാ ധ്വംസകൻ ഇവയുടെ സൂചകവുമായിട്ട് ഈ രാശിയെ പറയുന്നു. ആരാണ് ശരി എന്നുള്ളതല്ല, ആരാണ് യജമാനൻ എന്നുള്ളതാണ് ഈ രാശി ചൂണ്ടിക്കാട്ടുന്നത്. ഈ രാശിയുടെ സ്വാധീനമുള്ള ജാതകർ ഋജുവായ സ്വഭാവമുള്ളവരും ഉത്സാഹികളും നല്ല കാര്യങ്ങളുടെ സ്രഷ്ടാക്കളുമാകും. അഗാധമായി ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തിയാടി പ്രവർത്തിക്കുന്നവരുമാണ്. ഈ രാശിയുടെ നിഷേധാത്മകമായിട്ടുള്ള പ്രേരണകൾ ഉൾക്കൊള്ളുന്നവരാണ് ജാതകർ എങ്കിൽ യജമാനത്വം ഭാവിക്കുന്നവരും അടക്കി ഭരിക്കുന്നവരും സ്വേച്ഛാധിപതികളും ആയി ഇവർ മാറിയേക്കാം. ഇവരും അഗാധമായി ചിന്തിക്കുന്നവരല്ല. ഉദ്ദേശം, ലക്ഷ്യബോധം തുടങ്ങിയവയില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തികളുടെയൊക്കെ കൂട്ടിക്കുഴച്ചിലുകളാണ് ഇവരുടെ നിർബന്ധ ബുദ്ധി പലപ്പോഴും ഉണ്ടാക്കുക. മുകളിൽ പറഞ്ഞ 2 തരത്തിൽ ചിന്തിച്ചാലും ഈ രാശിയുടെ പ്രേരണയുള്ളവർ പൊതുവെ പ്രവർത്തന സ്വഭാവമുള്ളവരാണ്, ചിന്താ സ്വഭാവമുള്ളവരല്ല എന്ന് നമുക്ക് കാണാം. ഇനി മേടം രാശിയിൽ ജനിച്ച ഭർത്താക്കന്മാരെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പുരുഷന്മാരാണ്. അവരുടെ കുടുംബജീവിതവും ഭാര്യയുമായിട്ടുള്ള ജീവിതവും ഒക്കെയാണ് ഇവിടെ നാം പറയുന്നത്. അതായത് മാർച്ച് 22-നും ഏപ്രിൽ 20-നും ഇടയ്ക്ക് ജനിച്ച പുരുഷന്മാർ. ഇവർ ആദർശവാദികളായ സാഹസികരാണ്. ഇവർ സ്ത്രീജനങ്ങളെ ആദരിക്കുന്നത് അംഗീകരിക്കപ്പെടാനാണ്. ഇവർക്ക് സ്ത്രീകളോട് ബഹുമാനമുണ്ടെന്നും ആപത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളെ രക്ഷിക്കാൻ തയ്യാറാണെന്നും ഇവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇവർ രോമാഞ്ചം, ഹർഷം, പുളകോദ്ഗമം തുടങ്ങിയവ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കും. അവയൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കും എന്ന് സാരം. ഇവർ കുടുംബ ബജറ്റിനകത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മാനസികാവസ്ഥയിൽ ഹൃദയ വിശാലത കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇവർ
തയ്യാറാകുന്നു. ഇവർ ഭാര്യമാരിൽ സൗഹൃദ സ്വഭാവം ആഗ്രഹിക്കുന്നു. ഈ രാശിക്ക് നേതൃത്വ മനോഭാവം ഉള്ളതുകൊണ്ട് അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ നേതൃത്വം അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. ഇനി പാശ്ചാത്യ ജ്യോതിഷപ്രകാരം മേടൻ രാശിയിൽ ജനിച്ച സ്ത്രീകളുടെ അഥവാ ഭാര്യമാരുടെ സ്വഭാവ സവിശേഷതകളൊന്നും നോക്കാം. അതായത് മാർച്ച് 22-നും ഏപ്രിൽ 20-നും ഇടയിൽ ജനിച്ച സ്ത്രീകൾ. ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന തരത്തിലാണ് സ്വഭാവത്തിന്റെ ചായ്വ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താക്കന്മാർ നല്ല ക്ഷമാശീലരും നയതന്ത്രജ്ഞരുമായിരിക്കണം. എന്നാൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ രാശിക്കാരുടെ മനസ്സ് ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. ഇവർക്ക് ഭരണപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇവർ മുൻകൂട്ടി നല്ല പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് കാര്യത്തിലും ഇവർ നല്ല തുടക്കക്കാരാണ്. ഇവരുടെ ഭർത്താക്കന്മാർ ഇവർ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കേണ്ടതാണ്. ഇവർ പൊതുവെ വിശാല മനസ്കരാണ്. കാപട്യങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രായോഗിക നേട്ടങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇവർ വിമർശിക്കുന്ന സ്വഭാവമുള്ളവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ഇവർ പ്രണയകാര്യങ്ങളിൽ വളരെ കാൽപ്പനികത്വമുള്ളവരാണ്. പെട്ടെന്നുള്ള വികാരങ്ങൾക്ക് ഇവർ വശംവദരാകുന്നു. സാധാരണയായിട്ടുള്ള ഗ്രഹ ക്രമീകരണങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. വിശ്രമം, സമാധാനം, പവിത്രത ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ പൊതുവെ ഉണ്ടാക്കാറില്ല. ചിങ്ങം, ധനു രാശിയിൽ ജനിച്ച പുരുഷന്മാർ മേടൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താക്കന്മാരാണ്. പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം മേടൻ രാശി അഥവാ ഏരീസ് എന്ന രാശിയിൽ ജനിക്കുന്നവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞത്. ഓരോ നക്ഷത്രക്കാരുടെയും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്നുള്ള എൻ്റെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകുന്നുണ്ട്. വീഡിയോകൾ നിരന്തരം കാണുക. അതുവഴി നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.